നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇടവം രാശിയെക്കുറിച്ചാണ്. ഇടവം രാശി സൂര്യൻ്റെ ഒരു 30 ഡിഗ്രി സഞ്ചാരപഥത്തിൽപ്പെട്ട രാശിയാണ്. കാർത്തികയുടെ 3/4 ഭാഗവും രോഹിണിയുടെ മുഴുവൻ ഭാഗവും മകയിരത്തിൻ്റെ പകുതി ഭാഗവും ചേർന്ന ഒരു രാശി. ഈ രാശിയുമായി ഇതിൻ്റെ വെസ്റ്റേൺ സോഡിയക് സൈൻ, അതിൻ്റെ പേര് ടോറസ് എന്നാണ്. ടോറസ് രാശിയുടെ രൂപം ബുൾ, കാളയാണ്. അപ്പോൾ കാള ഈ രൂപത്തിന് നമ്മുടെ ഇടവം രാശിയുമായും ബന്ധമുള്ളത് കൊണ്ട് ആദ്യം ഒരു കഥ, ഒരു ഗ്രീക്ക് കഥ ഇതുമായി ബന്ധപ്പെട്ടത് ഞാൻ നിങ്ങളിൽ അവതരിപ്പിക്കാം. അത് സിയസ് എന്ന ഒരു രാജാവ്, നമ്മുടെ ഇന്ദ്രന് തുല്യനായിട്ടുള്ള രാജാവാണ്. ഈ രാജാവ് യൂറോപ്പ എന്ന ഒരു അതിസുന്ദരിയായ സുന്ദരിയായ ഒരു രാജ്ഞിയെ, രാജകുമാരിയെ കാണാനിടയായി. അവളുടെ സൗന്ദര്യത്തിൽ ഒരുപാട് ആകൃഷ്ടനായ സിയസ് അവളെ കൈവശപ്പെടുത്താൻ ഉപയോഗിക്കുന്ന രീതി അത് തെറ്റായ ഒരു രീതിയായിരുന്നു. ഒരു കാപട്യത്തിൻ്റെ രീതിയായിരുന്നു. സിയസ് ഒരു കാളയുടെ രൂപമെടുത്തിട്ടാണ് യൂറോപ്പയെ സമീപിക്കുന്നത്. അവളുടെ അതിശക്തമായ സൗന്ദര്യം അതാണ് സിയസിനെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഏതായാലും ഈ കാളയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായ യൂറോപ്പ കാളയുടെ പുറത്ത് കയറി യാത്ര ചെയ്യുന്നു. സിയസ് നേരെ തൻ്റെ സ്വന്തം രാജ്യത്തിലേക്ക് യൂറോപ്പയെ കൊണ്ടുപോകുന്നു. അവിടെ എത്തിയതിന് ശേഷം രൂപം മാറ്റി കാര്യങ്ങളെല്ലാം യൂറോപ്പയെ ധരിപ്പിക്കുന്നു. അവർ കല്യാണം കഴിക്കുന്നു, ജീവിതം മുന്നോട്ട് പോകുന്നു. അതല്ല ഇവിടെ പ്രധാനമായി പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ചതി അവിടെ ഉണ്ട്. അതുപോലെ ഈ ഇടവം രാശിക്കാർക്കും സൗന്ദര്യത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഭാഗമായി ചില വിഷമതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ വിഷമതകൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആ കഥ ആദ്യമായി നിങ്ങളുമായി പങ്കിട്ടത്. കാരണം ഇടവം രാശി മേടം രാശിയുടെ അടുത്ത അതിൽ വരുന്നതാണ്. മേടം രാശി കഴിഞ്ഞുള്ള രാശിയാണല്ലോ. ആ ഉഗ്രരാശിയിൽ നിന്നും ഒരു സമ്പുഷ്ടമായ ഭൂമി സമ്പുഷ്ടമായി നിൽക്കുന്ന ഒരു രാശിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇവിടെ പ്രകൃതി മനോഹരിയാണ്. അതുപോലെ തന്നെ മനുഷ്യ മനസ്സും ആഹ്ലാദത്തിൻ്റെ ഒരു ആവേശത്തിലായിരിക്കും ഇടവം രാശിക്കാർ. ഈ ഇടവം രാശിയുടെ അധിപൻ അത് അസുരഗുരുവായ ശുക്രനാണ്. ശുക്രൻ യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുവാണ്. ഈ കലിയുഗത്തിൽ ശുക്രനാണ് പ്രാധാന്യം. അപ്പോൾ ഈ ശുക്രന്റെ കൂടെ തന്നെ ഇടവം രാശിയിൽ കാമദേവനും
ഒരു സാന്നിധ്യമുണ്ട്. അതാണ് വളരെ നിയന്ത്രണത്തിൽ നിന്നും പുറത്തു പോകുന്ന ആഹ്ലാദ പ്രകടനങ്ങൾക്കെല്ലാം കാരണമാകുന്നു. കൂടാതെ ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപൻ അത് ചന്ദ്രനാണ്. ഉച്ചത്തിൽ നിൽക്കുന്നതാണ് ഇടവം രാശി. ചന്ദ്രൻ ഉച്ചത്തിലാണ്. ചന്ദ്രൻ മനസ്സിൻ്റെ കാരകത്വം കൊണ്ട് നിയന്ത്രിക്കണം, അല്ലെങ്കിൽ അവിടെ പ്രശ്നമുണ്ടാകും. ചന്ദ്രനെ നിയന്ത്രിക്കാൻ മറ്റാർക്കും കഴിയില്ല. അത് മഹാദേവൻ മാത്രമാണ് അതിന് കഴിവുള്ള ദൈവം. ചന്ദ്രനെ തൻ്റെ ശിരസിൽ ഒതുക്കി നിർത്തിയത് മഹാദേവനാണ്. വികാരങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് എന്നും ആശ്രയിക്കേണ്ടത് മഹാദേവനെയാണ്. കൂടാതെ മന്മഥന്, കാമദേവനെ നിയന്ത്രിച്ചതും സംഹരിച്ചതും മഹാദേവനാണ്. അപ്പോൾ മഹാദേവന്റെ ഒരു സാന്നിധ്യം ഉണ്ടായാൽ മാത്രമേ ഈ ഇടവം രാശിക്കാർക്ക് ഒരു നിയന്ത്രണം കിട്ടുകയുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മഹാദേവൻ തൻ്റെ വാഹനമായ കാളയെ ഇടവം രാശിക്ക് നൽകുന്നത്. ഇടവം രാശിയെ നിയന്ത്രിക്കുന്നത് കാളയാണ്. അതിശക്തിയുള്ള ഒരു കാള, മസ്കുലറാണ് കാള. കാണാൻ അതിസൗന്ദര്യമുള്ള ഒരു മൃഗമാണ്. ധനത്തിൻ്റെയും സ്ഥിരബുദ്ധിയുടെയും എല്ലാം, സ്നേഹത്തിൻ്റെയും ശുദ്ധതയുടെയും എല്ലാം ഒരു പ്രതീകം. അത് ഈ ഇടവം രാശിക്ക് ഒരു നിയന്ത്രണം കിട്ടുന്ന ഒരു ശിവൻ കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണത്. ഇടവം രാശിക്ക് മറ്റൊരു പേരുണ്ട്, മാധവം. അത് കൃഷ്ണനുമായി ബന്ധപ്പെട്ടതാണ്. ലക്ഷ്മിയും കൃഷ്ണനുമായൊക്കെ ബന്ധപ്പെട്ടതാണ്. അവിടെയും നമുക്ക് കാണാം ആഹ്ലാദങ്ങൾ, രാസലീലകളൊക്കെ അവിടെയുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സംഭവ ബഹുലമായ രാശിയാണിത്. എല്ലാവർക്കും സാന്നിധ്യമുണ്ട്. ബ്രഹ്മാവിനും വിഷ്ണുവിനും ശിവനും സാന്നിധ്യമുള്ള ഒരു രാശിയാണ് ഇടവം രാശി. അപ്പോൾ നമ്മൾ ആ രാശിയെ ബഹുമാനിക്കണം. ഒരുപാട് കഴിവുള്ള ആൾക്കാർ ജനിച്ച രാശിയാണിത്. ഉന്നതന്മാരായ കലാകാരന്മാർ, നടീനടന്മാർ, സിനിമാ ആക്ടേഴ്സ്, അതുപോലെ തന്നെ വലിയ സ്പോർട്സ്മാൻമാർ, ബുദ്ധിജീവികൾ, എഴുത്തുകാർ, ഇതൊക്കെ ഈ രാശിയിലുണ്ട്. കാരണം അതിനൊക്കെ വേണ്ട സാഹചര്യം ഒരുക്കാൻ പറ്റിയ ശക്തികൾ ഈ രാശിയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇടവം രാശി അത്രയും ശക്തമാകുന്നത്. പ്രകൃതിയും അതുപോലെ തന്നെ. കാരണം ഇടവം രാശി അത് തുടങ്ങുന്നത് വൃഷഭ സംക്രാന്തി. അത് ഏകദേശം എല്ലാ വർഷത്തിലും മെയ് 14, 15 തീയതികളിലാണ് വരുന്നത്. ഈ ഇടവം രാശിയുടെ ഏറ്റവും വലിയ ഉത്സവം നടക്കുന്നത് ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലാണ്. അതിശക്തമായ ആർഭാടങ്ങളാണ് അവിടെ ഈ ദിവസത്തുണ്ടാകുന്നത്. അവിടുത്തെ സങ്കല്പം ബലഭദ്രരും ശ്രീകൃഷ്ണനും അവരുടെ അനുജത്തിയായ സുഭദ്രയുമാണ്. അവിടെ നമുക്കൊരു ചേർച്ച കാണാം. കാരണം ബലഭദ്രർ തൻ്റെ കയ്യിൽ ഏന്തി നടക്കുന്നത് കലപ്പയാണ്. അത് വലിയ ആയുധമായി പറയുന്നുണ്ടെങ്കിലും ഇടവം രാശിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കലപ്പ അത് കൃഷിയുമായി ബന്ധപ്പെടുന്നുണ്ട്. ഇത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ
ആധികാരികത കൂടുതൽ ഉണ്ടാക്കാൻ നമ്മൾ റിസർച്ച് ചെയ്യണം. മുനീശ്വരന്മാർ, ഋഷീശ്വരന്മാർ അന്ന് അവരുടെ പരിമിതിയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ ഈ അഡ്വാൻസ്ഡ് കാലഘട്ടത്തിൽ അതിനൊക്കെ പുതിയ പുതിയ പോസിറ്റീവ് വ്യാഖ്യാനങ്ങൾ കൊടുക്കണം. ഇതൊക്കെ ഒരു 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 ചെറിയ ഇൻഫർമേഷൻസ് ആയി കണ്ട് അത് നമ്മൾ വലുതാക്കണം. അതിൻ്റെ റിസർച്ചുകൾ നടത്തണം. കാരണം അതിനൊക്കെ സാധ്യതകളുണ്ട്. ഈ രാശി എന്നല്ല, എല്ലാ രാശികളും അങ്ങനെ രൂപപ്പെടുത്തിയതാണ്. എല്ലാ രാശികളും ഈ ഓരോരോ ജീവനുകളെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. മൃഗങ്ങളും മനുഷ്യരും പകുതി മനുഷ്യനും പകുതി മൃഗവും, ഇങ്ങനെയുള്ള രൂപങ്ങളാണ് ഓരോ രാശിക്കും കൊടുത്തിരിക്കുന്നത്. അതിനൊക്കെ ഓരോ സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്യണം. എന്നാൽ നമ്മുടെ ഈ സംസ്കാരം, നമ്മുടെ ഭാരത സംസ്കാരം വളരെയധികം സമ്പുഷ്ടമാകും. ഒരുപാട് അറിവുകളെ നമ്മൾ ഒതുക്കി നിർത്തിയിട്ടുണ്ട്. അതിനുള്ള വ്യാഖ്യാനങ്ങൾ പണ്ട് കൊടുത്ത അതേ വ്യാഖ്യാനങ്ങൾ ഇന്നും കൊടുക്കും. രാജയോഗം എന്ന് പറഞ്ഞാൽ അന്നത്തെ രാജയോഗം ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ നമ്മൾ അതിനൊക്കെ നമ്മുടേതായ കാലഘട്ടത്തിന് അനുസരിച്ചുള്ള വ്യാഖ്യാനങ്ങളും പ്രവൃത്തികളും ഉണ്ടാക്കണം. ഇടവം രാശി കൃഷിയുടെ രാശിയാണ്. എല്ലാ ഫലവൃക്ഷങ്ങളും നടുന്നത് ഇടവം രാശിയിലാണ്. അപ്പോൾ കൃഷിയുമായിട്ടുള്ള ബന്ധം മനുഷ്യൻ കൃഷിയും പ്രകൃതിയാണല്ലോ. ആ പ്രകൃതിയിൽ നമ്മൾ കൂടുതൽ പങ്കാളികളായിട്ടില്ലെങ്കിൽ വിപത്താണ് ഫലം. പ്രകൃതി നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ഈ സമയത്ത് നീ ഇന്ന കാര്യങ്ങൾ ചെയ്യുക. ഇടവം രാശിയിൽ നമ്മൾ ഭൂമിയുമായിട്ട്, അതാണ് ബലഭദ്ര കലപ്പയുമായി കാണുന്നത്. ആ ഉത്സവത്തിൽ കാണുന്ന ബലഭദ്ര കലപ്പയാണ് കയ്യിലുള്ളത്. നമ്മളും കലപ്പ എന്തണം, അല്ലെങ്കിൽ ഭൂമിയെ ഇളകി മറിക്കണം, അതിനെ സമ്പുഷ്ടമാക്കണം. നർച്ചറിങ് ഇടവം രാശിക്കാരുടെ ഏറ്റവും നല്ലൊരു സ്വഭാവമാണത്. എല്ലാവരെയും സന്തോഷിപ്പിക്കലും, എല്ലാവർക്കും സുഖം കൊടുക്കലും, എല്ലാവരെയും സ്നേഹിക്കലും അതൊരു കർഷക മനസ്സ് കൂടിയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ഇടവൻ രാശിക്കാർക്ക് മറ്റൊരു ഈ ജഗന്നാഥ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗം, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മധുരമുള്ള തേൻ ചേർത്ത പായസം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അത് ഇടവം രാശിയിലുള്ള ആൾക്കാരെല്ലാം ചെയ്യുന്നത് ഈ സമയത്ത് ചെയ്യുന്നത് ഉത്തമമാണ്. മധുരം പകരുക. മധുരം ഈ രാശിക്കാർക്ക് പ്രധാനമാണ്. പായസമാണ് അതൊരു പ്രധാനമായും പറയുന്നത്. കുടുംബക്കാരെല്ലാം ഒത്തുചേർന്നും സുഹൃത്തുക്കളും അങ്ങനെ ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരെയും ചേർത്തുകൊണ്ട് ഈ ദിവസം ആഘോഷിക്കണം. ഭക്ഷണം എല്ലാ ആൾക്കാർക്കും കൊടുക്കണം. ഇത് ഇടവം രാശിക്കാർക്ക് ഗുണം ചെയ്യുന്ന ഒരു ആചാരമാണ്. ഈ രാശിക്കാർ ആരോഗ്യപരമായ കാര്യങ്ങളിലും ചിന്തിക്കണം. ഭക്ഷണ രീതി മധുരവും പച്ചക്കറിയുമാണ് ഈ സമയത്ത് ഏറ്റവും നല്ലത്. ഇടവം രാശിക്കാർ അവരുടെ ബുദ്ധിയും ശക്തിയും എല്ലാം നിയന്ത്രിച്ചാൽ, ഇവിടെ ഒരു പ്രധാനമായും പറയേണ്ടത് കാളയുടെ സ്വഭാവം ഞാൻ പറഞ്ഞില്ലേ. ശക്തനാണ്,
എല്ലാ സൗന്ദര്യമുണ്ട്, സ്നേഹിക്കും, എന്നാലും ഒരു സ്റ്റബേൺനെസ്, ഒരു വല്ലാത്ത ഉറച്ച നിലപാട് ഈ രാശിക്കാർക്കുണ്ടാകും. അതാണ് ഈ രാശിയുടെ ഏറ്റവും വലിയൊരു ദോഷം. ഫ്ലെക്സിബിലിറ്റി നമ്മൾ കൊണ്ടുവരണം. ആ ഫ്ലെക്സിബിലിറ്റിയാണ് ഈ എല്ലാ ആൾക്കാരുടെയും വിജയത്തിൻ്റെ ഫണ്ടമെൻ്റൽ ബേസ്. അതാണ് അതിൻ്റെ അടിസ്ഥാനം. സ്നേഹിക്കുക, നമ്മൾ വിദ്വേഷം കുറക്കുക, കോപം അത് കുറക്കുക. അങ്ങനെ ചെയ്താൽ ഏതൊരാൾക്കും, അധ്വാനത്തിന് നമ്മൾ തയ്യാറാണെങ്കിൽ ഏതൊരാൾക്കും വിജയം കണ്ടെത്താം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് ഈ ഇടവം രാശിക്കാരാണ്. വിജയം അവർക്ക് എന്നും ഉണ്ടാകും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. കാരണം അമിതമായ ഭക്ഷണം ഒരു ദോഷമായിട്ട് ഈ രാശിക്കാർക്ക് വരാറുണ്ട്. സ്റ്റൊമക്ക് പ്രോബ്ലംസ് ഒക്കെ വരും. പിന്നെ കണ്ണിന്, മൂക്കിന്, തൊണ്ട, ഇതിനൊക്കെ, കഴുത്ത്, ഈ ഭാഗങ്ങളിലൊക്കെ അസുഖങ്ങൾ എന്തെങ്കിലും വരാൻ സാധ്യതയുള്ള ഒരു രാശിയാണ് ഇടവം. അത് നമ്മൾ ശ്രദ്ധിക്കണം. മൊത്തത്തിൽ വളരെ നല്ല ഒരു ഐശ്വര്യമുള്ള ഒരു രാശിയാണ് ഇടവം രാശി. ഈ രാശിക്കാർക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക്